നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് PV അൻവർ എത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ പത്രസമ്മേളനം അതെ PV അൻവറിന്റെ MLA സ്ഥാനത്ത് നിന്നുള്ള വിരമിക്കൽ. അപ്പൊ അതില് കോൺഗ്രസിന്റെ മറുപടി ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നിട്ടില്ല. അവര് തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. കാത്തിരിക്കുമെന്ന് പറയുന്നത്. അതെ അതെ അതെ. അപ്പോ VS ജോയി അല്ലേ, മലപ്പുറം ജില്ലാ DCC പ്രസിഡന്റ് ആണ്. അപ്പൊ നമ്മളെ കേശുവിന്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്നു. അല്ല, അപ്പൊ അതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നത് അൻവർ ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ചില നിലപാടുകളാണ്. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ കൽക്കട്ടയിൽ പോയി മമതാ ബാനർജിയെ കണ്ടു, അവരുമായിട്ട് സംസാരിച്ചു. ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു കൂട്ട് അദ്ദേഹത്തിന് അവിടെ കണക്ഷൻ ഒപ്പിച്ചത്. അത് ശരി. അഭിഷേക് ബാനർജി എന്ന് പറഞ്ഞ ഒരാളെ കണ്ടു, അതെങ്ങാണോ? അവരുടെ അല്ല, അത് വേറെ. ഇവിടുന്ന് പോയൊരു മലയാളി IAS ഉദ്യോഗസ്ഥനായിരുന്നു പുള്ളി. അവിടെ എല്ലാ വിധ ഈ കണക്ഷൻ അല്ല, IAS ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു. അപ്പൊ അഭിഷേക് ബാനർജി എന്ന് പറഞ്ഞാൽ മറ്റേ അവരുടെ പാർട്ടിയുടെ ആളാണ്. അവരെ തൃണമൂൽ അവരുടെ അനന്തരവനാണ്. അതെ, തൃണമൂലിന്റെ നേതാവാണ്. അപ്പൊ അവിടെ തൃണമൂൽ കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം അദ്ദേഹം അതിനുശേഷമാണ് പ്രഖ്യാപിച്ചത്. പല പല പാർട്ടിയിൽ പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, കോൺഗ്രസിൽ ചേരുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൽ നിന്ന് വലിയ ഒരു സപ്പോർട്ട് പുള്ളിക്ക് കിട്ടിയില്ല. സതീശന്റെ എതിർപ്പ് എന്ന് പറഞ്ഞാൽ അതിന് പ്രധാന കാരണം ഇന്നലെ ഇപ്പൊ മാപ്പ് പറഞ്ഞതില്ലേ, അതാണ് പ്രധാന കാരണം. സതീശനെതിരെ നിയമസഭയിൽ കഴമ്പില്ലാത്തൊരു വലിയ ആരോപണം ഉന്നയിച്ച് 150 കോടി മീൻവണ്ടിയിലോ കൈതോലപ്പായാലോ എന്തിനോ ചുവന്നുകൊണ്ട് വന്നുള്ള രീതിയിലാണ്. അതല്ല, ബാങ്കിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട്. അപ്പൊ അത് ആ ഒരു ആരോപണം കേട്ടപ്പോഴേ എല്ലാവർക്കും അറിയാം ഇത് വെറും ഗ്യാസാണ്. കാര്യം ഇയാൾ എന്തിനു വേണ്ടി ഇത് ഉന്നയിച്ചു എന്നൊക്കെ അന്ന് പലരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെയാണ് അൻവർ അതിന്റെ രഹസ്യം പറയുന്നത്. അത് ആരാണ് അതിന്റെ പിന്നിലെന്നും P. ശശി, പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി പറഞ്ഞ അനുസരിച്ച്, എഴുതി തന്ന അനുസരിച്ചാണ് ഞാൻ പോയി പറഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നുള്ള കോളാമ്പിയാണോ? അതാ പറഞ്ഞത്, അതിന് എത്രത്തോളം വിശ്വാസയോഗ്യം. ഒന്നാമത് ഇദ്ദേഹം CPM മെമ്പർ അല്ല, CPM-ന്റെ പാർലമെന്ററി പാർട്ടിയിലും ഇല്ല അൻവർ, LDF-ന്റെ പാർലമെന്ററി പാർട്ടിയിലാണുള്ളത്. അപ്പൊ പിന്നെ അങ്ങനെ ഒരാളിനെ എന്തിന് ശശി ഏൽപ്പിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇനി അഥവാ അങ്ങനെ ഏൽപ്പിച്ചാൽ തന്നെ ചിലപ്പോ ഇയാളൊരു പൊട്ടനാണല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പം കൊടുത്തതായിരിക്കും. നാളെ അത് ശരിയായാലും തെറ്റായാലും ആളുകൾ വിശ്വസിക്കത്തില്ല എന്നുള്ള ചിന്താഗതി ഉണ്ടായി. അതെ അതെ. കാര്യം അൻവറിനെ കുറിച്ച് അന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് പല പിന്നെ ഒരു അന്ന് നിലനിന്നിരുന്നല്ലോ ഈ അൻവറിനെ കുറിച്ച്. കാര്യം ഇയാളിടയ്ക്ക് വിദേശത്ത് പോകുന്നു, സിയാറ ലിയോണിൽ പോയി സ്വർണ്ണ ഖനനം നടത്താൻ പോകുന്നു, നിയമസഭയിൽ നിന്ന് അവധി എടുത്തുകൊണ്ട് പോകുന്നു. ഇങ്ങനെ ആകെ ഒരു എന്താ പറയുന്ന ഒരു പരിഹാസ്യ കഥാപാത്രമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് പിന്നെ ഒരുപാട് നിയമലംഘനങ്ങൾ നടത്തി. വായി തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ വിളിച്ചു പറഞ്ഞു. മുൻപിൻ നോക്കാതെ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത പല ആൾക്കാർക്കെതിരെയും വിളിച്ചു പറഞ്ഞു. ചാനലിനെതിരെ, ഏഷ്യാനെറ്റ് ചാനലിനെതിരെ പിന്നെ വളരെ മോശമായ രീതിയിൽ ബിനുവിനെതിരെ പരാമർശം നടത്തി. ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അതിനുവേണ്ടി എന്തെല്ലാം കേസുകളിൽ ഇയാളെ പ്രതിയാക്കാൻ വേണ്ടി പോലീസിന്റെ സമ്മർദ്ദം, സർക്കാരിൽ തന്നെ സമ്മർദ്ദം ചെലുത്തി എന്താ പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണെന്ന് തോന്നുന്നു അന്ന് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യാൻ ഒരുപാട് നീക്കം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഷാജന്റെ ഒരു തന്ത്രപൂർവമായ ഒരു നീക്കവും നിയമപരമായ നീക്കത്തിലൂടെയാണല്ലോ അയാളത് ഓവർകം ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആയതുകൊണ്ട്. അതെ അതെ. കാര്യം വേറെ പലരെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ, യൂട്യൂബേഴ്സിനെ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത്, അത് നമ്മൾ അറിയാതെ പോകുന്നതാണ്. അപ്പൊ ക്രൈമിന്റെ നന്ദകുമാറിനെ തന്നെ എത്ര തവണ അറസ്റ്റ് ചെയ്തെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അൻവറിനെ കൊണ്ട് ഇത് ഉന്നയിപ്പിച്ചതായിട്ട് അൻവർ ഇന്നലെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ഈ അൻവറിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന്റെ സംശയമുണ്ട്. കാരണം ഒന്നാമത് P. ശശി ഇങ്ങനെ നിയമസഭയിൽ എഴുതി കൊടുത്ത് അത് വായിച്ചു, ഒരു ആരോപണം ഉന്നയിച്ചു. അത് തന്നെ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു വിഷയമാണ്. അത് മാത്രമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ P. ശശിക്കെതിരെ കേസെടുക്കണ്ടേ? അല്ല, അത് ഇന്നലെ ആരോ, എനിക്ക് തോന്നുന്നത് K. സുരേന്ദ്രനാണെന്ന് തോന്നുന്നു, ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പൊളിറ്റിക്കൽ സെക്രട്ടറി, കാരണം നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണല്ലോ. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു കേന്ദ്രമല്ലേ ഈ നിയമസഭ. സ്പീക്കറുടെ അനുമതിയോടുകൂടി ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സീരിയസ് ആണ്. ആരാണ് കേസ് എടുക്കേണ്ടത്?
അവർ ചോദ്യമുണ്ട്. ഇപ്പം സർക്കാർ അല്ലെങ്കിൽ CPM-ന്റെ പിണറായി വിജയനാണല്ലോ കേസെടുക്കേണ്ടത്. പിണറായി വിജയൻ എന്തെങ്കിലും ഇതിനെതിരെ കേസെടുക്കുമെന്ന് നമുക്ക് തോന്നുന്നു. അല്ല, ഇതിനിടെ പ്രതിപക്ഷ നേതാവ് കേസിന് പോകണ്ടേ? അതെ, പ്രതിപക്ഷ നേതാവും വളരെ ലാഘവത്തോടുകൂടിയാണ് അത് കൈകാര്യം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞപ്പോൾ ആ മാപ്പ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലാതെ, അല്ല, ആ മാപ്പിനപ്പുറമേ പൊതുസമൂഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു. അവസാനം പറഞ്ഞിരുന്നത്, ആരോപണം ഉന്നയിക്കപ്പെട്ട ആൾ പറഞ്ഞിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് ഇത് പറയാൻ പറഞ്ഞു എന്ന്. പൊളിറ്റിക്കൽ സെക്രട്ടറി നിഷേധിക്കുകയും ചെയ്തു. പറയാൻ പറഞ്ഞെന്ന് മാത്രമല്ല, ഇത് എഴുതി കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ അൻവർ അങ്ങോട്ട് ചോദിക്കുന്നു ഇത് സത്യമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോ പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നു ഒരു പ്രശ്നമില്ല, 100% സത്യമാണ്, അതിന്റെ തെളിവുകളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അൻവറിന്റെ അടുത്ത് പറഞ്ഞു എന്നാണ് അൻവർ തന്നെ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ട് ഇതിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെടണം. നിയമസഭ കൂടുമ്പോഴാണ് ആവശ്യപ്പെടുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നിയമസഭയിൽ നടന്നൊരു സംഭവമാണല്ലോ, എന്തായാലും പുറത്തേത് പറയേണ്ടതല്ലേ. അല്ല, നിയമസഭയിലെ അടുത്ത കൂടാനിരിക്കുമ്പോ അത് ഒരു വാഗ്വാദത്തിനകത്ത് അതങ്ങ് തീരും. അതെ അതെ, പ്രതിപക്ഷത്തിന് എനിക്ക് തോന്നുന്നില്ല ഇത് റൈസ് ചെയ്താനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. കാര്യം ഏത് പ്രശ്നവും ഇപ്പോ ഉയർത്തിക്കൊണ്ടുവരും, 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ ഇമ്പാക്ട് മാറുന്നു. അല്ല, ഇതിനകത്ത് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ അൻവർ ഉന്നയിച്ചെന്ന് പറഞ്ഞാൽ അൻവറിന്റെ ഇടയ്ക്ക് വെളിപ്പെടുത്തലുകൾ പലതും നടത്താൻ പ്രോത്സാഹനം ചെയ്ത് CPM-ലെ ചില ഉന്നത നേതാക്കൾ. അതിലും സംശയമുണ്ട്. കാര്യം പുള്ളി പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇന്നലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേര് പറഞ്ഞു, നിയമസഭയിൽ അയാളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണെന്നുള്ള പേര് പറഞ്ഞു. പിന്നെ ഈ CPM-ല് ആദ്യം പുള്ളി ADGP അജിത് കുമാറിനെതിരെ, പോലീസിനെതിരെയാണല്ലോ രംഗത്ത് വരുന്നത്. അങ്ങനെയാണല്ലോ തുടക്കം. അത് കഴിഞ്ഞിട്ട് സുജിത് ദാസിനെതിരെ, മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരെ വന്നു. അത് കഴിഞ്ഞിട്ടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ വന്നത്. ഏറ്റവും കൂടുതലാണ് പിണറായി വിജയനെതിരെ വന്നത്. ഇപ്പൊ പറയുന്നത് എന്താണ്, പിണറായിസത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ തൃണമൂലിൽ ചേർന്നതെന്നാണ്. പിണറായിസം എന്ന് പറയുന്ന ഒരു വാക്ക് പുള്ളി എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത്, കമ്മ്യൂണിസം എന്ന് കേട്ടിട്ടുണ്ട്, കമ്മ്യൂണിസം ഫാസിസം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഫാസിസം എന്ന് കേട്ടിട്ടുണ്ട്. പിണറായിസം എന്ന് അധികം അങ്ങനെ ആരും ഉപയോഗിച്ച് നമ്മൾ കേട്ടിട്ടില്ല. അത് ഞാനത് ഒരുപാട് കേട്ടിട്ടുള്ളത് മറുനാടൻ ഷാജിന്റെ വീഡിയോയിലാണ്. പുള്ളിയുടെ ഒരു ടേമാണ് ഈ വാക്ക് പുറത്തു. അപ്പൊ ഷാജനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന അൻവർ തന്നെ ഷാജന്റെ ഒരു വാക്ക് കടമെടുത്തിട്ടാണ് ഈ പിണറായിസം എന്ന് പറയുന്ന വാക്ക്. അത് മാത്രമല്ല, അതിനെതിരെയുള്ള പോരാട്ടമാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു തൃണമൂൽ കോൺഗ്രസുമായിട്ട് ചേർന്ന്, ഇപ്പൊ ബംഗാളില് തൃണമൂലിന്റെ ഏറ്റവും വലിയ ഓപ്പോസിറ്റർ എന്ന് പറയുന്നത്, റൈവൽ എന്ന് പറയുന്ന CPM ആണല്ലോ. CPM-ആയിട്ട് മല്ലിട്ടാണല്ലോ തൃണമൂൽ അവിടെ അധികാരത്തിലെത്തുന്നതും അവിടെ CPM-നെ ഏതാണ്ട് നാമാവശേഷമാക്കിയ നിലയിലാണ്. അപ്പോ അൻവറിനെ ഉപയോഗിച്ച് ഒരു പക്ഷേ മമതാ ബാനർജി എന്തെങ്കിലും കണക്ക് കൂട്ടുന്നുണ്ടാവും കേരളത്തില് CPM-നെ. ബംഗാളിൽ ഒരുപാടുണ്ട്, കേരളത്തിൽ ഉണ്ട്. അപ്പൊ തൃണമൂല് മമതാ ബാനർജി അധികം വൈകാതെ കേരളത്തിൽ വരാൻ സാധ്യത ഉണ്ടെന്നും പറയുന്നുണ്ട്. അല്ല, കേരളത്തിലേക്ക് ഒരു ബെർത്തിന് വേണ്ടി മമത ഒരുപാട് നാളുകൊണ്ട്. അതെ അതെ. അപ്പൊ ഇങ്ങനെ ഒരാളെ കിട്ടി. പിന്നെ ഒരു കമ്മ്യൂണിറ്റി വൈസായിട്ട് നോക്കുമ്പോ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അൻവർ പിന്നെ വെറും 0 ആണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അൻവർ പറയുന്നത് ഞാൻ മത്സരിക്കുന്നില്ല, അടുത്ത തെരഞ്ഞെടുപ്പില് നിലമ്പൂരിൽ ഞാൻ മത്സരിക്കുന്നില്ല, അതിന് പകരമാണ് കോൺഗ്രസിൽ നിന്ന് ചില സ്ഥാനാർത്ഥികളെ. അതെ, കോൺഗ്രസിൽ നിന്ന് ഇപ്പം ആര്യടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ പിന്തുണ പൂർണ്ണമായിട്ട് ഇല്ലെന്ന് പറയുന്നില്ല. ഷൗക്കത്താണ് മത്സരിക്കുന്നതെങ്കിൽ ഞാൻ പിന്തുണയ്ക്കുമെന്ന് അവസാനം പറയുന്നുണ്ട്. കാര്യം ആര്യടൻ ഷൗക്കത്തിനെ കുറിച്ച് ആദ്യം അദ്ദേഹം സിനിമാക്കാരനാണ്, കലാകാരനാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതെ, ഇങ്ങനെ പറഞ്ഞ അതേ ഒരു കലാകാരനോ സിനിമാക്കാരനൊക്കെ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നിട്ട് അവസാനം പറഞ്ഞു ആര്യടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നതെങ്കിലും ഞാൻ പിന്തുണയ്ക്കും എന്നും പറഞ്ഞു. പിന്തുണയ്ക്കുന്നേ ഉള്ളൂ. അതെ, പിന്തുണയ്ക്കും. പക്ഷെ VS ജോയി ആണെങ്കിൽ പുള്ളി ഇപ്പോ ഒരു ക്രിസ്ത്യൻ അനുകൂല നിലപാടുമായിട്ട് വന്നിരിക്കുകയാണ്. അത് ഷൗക്കത്തിനെ വെട്ടാൻ വേണ്ടി. കാര്യം പിന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ കുറേയധികം മലയോര മേഖലയിൽ ഇപ്പൊ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ വന്യമൃഗ ശല്യമാണല്ലോ. കാട്ടാനയുടെ ശല്യം മൂലം ഒരുപാട് പേര് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ഒരു ക്രിസ്ത്യൻ മേഖലയിലാണ്, കുടിയേറ്റ മേഖലയാണല്ലോ. അപ്പൊ അവരെ സ്വാധീനിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കണം ഒരുപക്ഷെ VS ജോയി. അത് മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ഇതുവരെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി മത്സരിക്കുകയോ ജയിക്കുകയോ ചെയ്തിട്ടില്ല. അല്ല, കാടിറങ്ങുന്ന വന്യമൃഗങ്ങള് അവിടുത്തെ MLA ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ അത് നോക്കത്തില്ല. എന്നാലും ഈ ക്രിസ്ത്യാനികളുടെ ഒരു എന്താ പറയുന്ന ഒരു ആനുകൂല്യം പറ്റാൻ വേണ്ടി, കാര്യം അവരാണല്ലോ മലയോര മേഖലയിലെ കുടിയേറ്റക്കാരെന്ന് പറയുന്നതിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികൾ. എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടെങ്കിലും നല്ലൊരു വിഭാഗം ക്രിസ്ത്യാനികളുണ്ട്. അപ്പൊ അവരെ കൂടി ഒന്ന്
പാട്ടിലാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം VS ജോയിയെ മത്സരിപ്പിക്കാൻ. അല്ലെ, നിലമ്പൂർ പരമ്പരാഗതമായിട്ട് ആര്യാടൻ മുഹമ്മദ് കൈവശം വെച്ചുകൊണ്ടിരുന്ന മണ്ഡലം. അതെ, ആര്യാടൻ പോയതോടുകൂടി അവരുടെ പ്രഭാവം കഴിഞ്ഞ 2 തവണ അൻവറാണ് ജയിച്ചത്. പക്ഷെ അവിടെ പൈതൃകം അവകാശപ്പെട്ടുകൊണ്ട് ഷൗക്കത്ത് രംഗത്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഷൗക്കത്തിന് അവകാശപ്പെടുന്നതാണ് ആ മണ്ഡലത്തില്. ഇപ്പൊ ചാണ്ടി ഉമ്മന് പുതുപ്പള്ളി മത്സരിച്ചതുപോലെ തന്നെ ആര്യാടന്റെ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഷൗക്കത്ത്, ഇദ്ദേഹത്തിന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഒരു എതിർപ്പുണ്ടതായിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെ. അല്ല, അത് പണ്ട് ആര്യാടനും ഉണ്ടായിരുന്നു. ആര്യാടനും ആ ഒരു മുസ്ലിം ആര്യാടൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ഒരു വ്യക്തി പ്രഭാവം അല്ലല്ലോ, അതൊരു മറ്റൊരു തലത്തിലുള്ള ജനകീയനും മതേതരനും എല്ലാമായിട്ടുള്ള, അപ്പൊ അത് നിഷ്പക്ഷമായിട്ടുള്ള ഒരുപാട് വോട്ടുകൾ സമാഹരിക്കാൻ ആര്യാടന് കഴിയുമായിരുന്നു. അത്രയും ഒരു പ്രഭാവം മകനുണ്ടാവും എന്നുള്ളത്. ആര്യാടൻ ലീഗിനെ വരെ നേരിട്ട് കൊണ്ടാണ് ലീഗിനെ പരസ്യമായിട്ട് അദ്ദേഹം വിമർശിക്കുമായിരുന്നല്ലോ ആര്യാടൻ. പക്ഷെ ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിശ്ചയിക്കാനുള്ള അവകാശം അൻവർ ഏറ്റെടുത്തിരിക്കുക. അല്ല, അത് കോൺഗ്രസ്സുകാരാണല്ലോ അതിന് മറുപടി പറയേണ്ടത്. KPCC പ്രസിഡന്റ് ഇതുവരെ വേണ്ടിയിട്ടില്ല. KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അൻവറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിലപാടാണ്. കാര്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ ആ അറസ്റ്റ് വളരെ ആവശ്യമില്ലാത്തതായിരുന്നു, ജനാധിപത്യ വിരുദ്ധമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് തന്നെ വയലാർ 4ാം ഗ്രൂപ്പിന്റെ പ്രധാനിയായിരുന്നു കെ സുധാകരൻ. ആ കെ സുധാകരന്റെ അനുയായിയായിരുന്നു. അതെ, ഇന്ന് അത് മാത്രമല്ല, ഇന്നലെ ഇപ്പം പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ ഇപ്പം 3 ഉപതെരഞ്ഞെടുപ്പ് നടന്നതിന്റെ ക്രെഡിറ്റ് കൂടി പുള്ളി അവകാശപ്പെട്ടിട്ടുണ്ട്. കാര്യം വയനാട്ടില് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 1,00,000-ത്തിലധികം കൂടി. അത് പുള്ളിയുടെ കുറച്ച് വോട്ടുകൾ ഉണ്ടെന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. പിന്നെ അൻവറിന്റെ സഹായം ഉണ്ടായി. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്, അവിടെയും അൻവറിന്റെ സഹായം ഉണ്ടായെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പിന്നെ ചേലക്കരയില് LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വൻതോതിൽ കുറയ്ക്കാൻ കഴിയും. അപ്പൊ ഇതിലെല്ലാം അൻവറിന്റെ ഒരു കയ്യൊപ്പൊട്ടതായിട്ടാണ് ഇന്നലെ അദ്ദേഹം അവകാശപ്പെട്ടത്. പക്ഷെ ഇതിനിടയ്ക്ക് വേറൊരു വിഷയമുണ്ട്. ഈ മുൻ KPCC പ്രസിഡന്റായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ കോൺഗ്രസിന്റെ പേരിലുള്ള ഒരു സംഘടന, ഒരു കോൺഗ്രസ് സംഘടന അപ്പൊ കേരളത്തിൽ വീണ്ടും വന്നാൽ മാറി നിൽക്കുന്ന കോൺഗ്രസ്സുകാരും എതിർത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാരും ഒക്കെ അതിനകത്ത് കയറിയും ആ പോയവരൊന്നും പിന്നെ തിരിച്ചു വരാത്തൊരവസ്ഥയായി. NCP ഉണ്ടായിരുന്നു, DIC ഉണ്ടായിരുന്നു, അങ്ങനെ പല. അങ്ങനെ പറയുമ്പോ കേരളത്തില് കരുണാകരനെ പോലെ ഒരു വടവൃക്ഷം ഒരു പാർട്ടി ഉണ്ടാക്കി, DIC ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിനുപോലും അധികകാലം പിടിച്ചു നിൽക്കാനായില്ല. തിരിച്ച് കുറെ പേര്, കരുണാകരനും മകനും ഒക്കെ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. അതിലുണ്ടായിരുന്ന കുറെ പേര് ഇപ്പൊ മുല്ലപ്പള്ളി പറഞ്ഞ പോലെ മറ്റു പല പാർട്ടിയിലേക്കും പോയി. അതേപോലെ ഇപ്പൊ കോൺഗ്രസിന്റെ കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലരും കോൺഗ്രസ് വിടാനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പം മറ്റേ പാലക്കാട് LDF സ്ഥാനാർത്ഥിയായിട്ട് പോയ ആളുണ്ടല്ലോ, സരിൻ. അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പോകുന്നുണ്ട്. ഇപ്പൊ തന്നെ KPCCയുടെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല. പിന്നെ UDFന്റെ യോഗത്തിൽ KPCC പ്രസിഡന്റ് പങ്കെടുത്തില്ല. ഇത് അതിനുപരി രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെച്ചു. അതിപ്പോ വീണ്ടും വിളിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് A സുധാകരനും VD സതീശനും 2 ധ്രുവങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അൻവറിന്റെ വിഷയത്തിലും K സുധാകരനും രമേശ് ചെന്നിത്തലയൊക്കെ അൻവറിനെ പിന്തുണയ്ക്കുമ്പോൾ VD സതീശൻ അതിനെ എതിർത്തിരിക്കുകയാണ്. അല്ല, VD സതീശൻ ഇപ്പൊ അങ്ങനെ പരസ്യ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായിട്ട് തോന്നുന്നില്ല. പരസ്യമായിട്ട് എതിർപ്പ് ഇല്ലെങ്കിലും സതീശന്റെ ഒരു എതിർപ്പുണ്ട് സതീശൻ പോകാത്തില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അൻവറിന് അടുത്ത തെരഞ്ഞെടുപ്പില് അൻവറിന്റെ എവിടെ നിൽക്കും അൻവർ? അല്ല, അൻവർ രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു ഓഫർ ഉള്ളതായിട്ട് നമ്മള് പിന്നെ വ്യക്തതയില്ല. പക്ഷെ അത് കിട്ടിയിട്ട് വേണം കിട്ടിയെന്ന് പറയാം. കിട്ടിയത് അതായത് ഇപ്പൊ തൃണമൂൽ ഒരു പക്ഷേ അൻവറിന് അതുകൊണ്ടായിരിക്കും അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത്. അല്ല, അപ്പൊ അൻവർ മത്സരിക്കാതെ എന്ന് പറഞ്ഞാൽ ആ സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ച് വിജയിക്കുകയും വേണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ ഇഷ്ടപ്പെടുന്ന ഒരു സീറ്റ് മലബാറിൽ കൊടുക്കണം. അതായിരിക്കും അൻവർ ഈ രാജ്യസഭാ സീറ്റിന്റെ ബലത്തിൽ പറയുന്നത്. അതായിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷെ അൻവർ സത്യത്തിൽ ഇപ്പൊ UDF എടുത്താൽ ഒരു UDFനും കോൺഗ്രസിനും ഒരു ബാധ്യതയായില്ലേ? അല്ല, അൻവറിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയായിട്ട് നിൽക്കുമ്പോൾ ഒരു വിലപേശൽ തന്ത്രം ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പാർട്ടി എന്ന് പറയാൻ ഇപ്പൊ ചെറിയ പാർട്ടി ആണെങ്കിലും കേരളത്തിൽ ഇപ്പൊ LDF ആയാലും UDF ആയാലും ഇപ്പൊ CPM, LDFല് CPM CP കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള എല്ലാ ഈർക്കിൽ പാർട്ടികളാണ്. ഇതേപോലെ എത്ര ജനപിന്തുണയുള്ള പാർട്ടികളാണ്. അതേപോലെ UDFലും ഇപ്പൊ മുസ്ലിം ലീഗും ഇതും കഴിഞ്ഞാൽ പിന്നെ അല്പം കേരള കോൺഗ്രസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉള്ള കക്ഷികളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എന്ത് ശക്തിയാണുള്ളത് അല്ലെ? കേരള കോൺഗ്രസ്, NCP ഈ കക്ഷികളെയൊക്കെ അപേക്ഷിച്ച് അൻവറിന്റെ പാർട്ടി അൻവറിന്റെ കൂടെ കുറെ ആൾക്കാർ കാണും, ഉണ്ടാവും. കാര്യം അൻവർ ഉയർത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അൻവറിന്റെ കൂടെ പിന്നെ മതപരമായ കുറെ ആൾക്കാർ
പിന്നെ കോൺഗ്രസിൽ നിന്ന് വിഘടിച്ച് നിൽക്കുന്ന കുറച്ച് ഓരോ ജില്ലകളിലും ഉണ്ട്. പിന്നെ ഒരു പക്ഷേ അൻവറിന്റെ അവകാശവാദം ശരിയാണെന്നുണ്ടെങ്കിൽ CPM നിന്ന് തന്നെ ഒരു പക്ഷേ ഒരു വിഭാഗത്തിന്റെ സപ്പോർട്ട് കിട്ടും. കാര്യം അൻവറിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് CPM-ലെ ചില നേതാക്കളായിരുന്നാണല്ലോ അൻവറിന്റെ മുദ്രാവാക്യ പിണറായിസത്തിനെതിരെ CPM-ൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ വോട്ട് അൻവർ ഉദ്ദേശിക്കുന്നു. അതെ, അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പില് എന്തായാലും പിണറായി വിജയനെ തറപറ്റിക്കുക, LDF-നെ തറപറ്റിക്കുക എന്നുള്ളതാണ് അൻവറിന്റെ ഒരു തന്ത്രം. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇപ്പൊ കേരളത്തില് പിന്നെ രണ്ടാം തവണ വരുന്ന ഒരു സർക്കാർ പിന്നെ ജനങ്ങളുടെ എതിർപ്പ് തീർച്ചയായിട്ടും ഈ ആന്റി ഇൻകംബൻസി എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രകടമായിരിക്കും. അപ്പൊ ചേലക്കര വന്നില്ല, ചേലക്കരയിൽ വന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം 40,000-ന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് 14,000 വരെ എത്തിയില്ലേ. അല്ല, അത് വേറെ സ്ഥാനാർത്ഥി. അതെ, അത് രാധാകൃഷ്ണന്റെ ഒരു പ്രഭാവം ശരിയാണ്. അപ്പൊ അങ്ങനെ ഒരു വിഷയമുണ്ട്. അല്ല, അങ്ങനെ ചേലക്കരയിൽ വന്നില്ല എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ഇപ്പൊ LDF നിൽക്കുന്നത്. അപ്പൊ അൻവർ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും, അടുത്ത തവണ LDF അധികാരം നിലനിർത്തുകയും ചെയ്ത കാലത്തെ അവസ്ഥ എന്താ? അൻവറിന്റെ കാര്യം ഈ പറയുന്ന കണക്ക് കട്ടപ്പോയായിരിക്കും. അതെ, അപ്പൊ അൻവറിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് UDF-ൽ നിന്നുകൊണ്ട് UDF-ന്റെ ഘടകകക്ഷിയായിട്ട് ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തില് പിന്നെ കോൺഗ്രസിന്റെ ആയിട്ട് അലയൻസ് ഇല്ലാത്ത മുരളീധരൻ പറയുകയും ചെയ്തല്ലോ, ഈ കോൺഗ്രസിന് അവിടുത്തെ അധിർ രഞ്ജൻ ചൗധരിയുടെ കഴിഞ്ഞ സഭയിലെ പിന്നെ കോൺഗ്രസിന്റെ കക്ഷി നേതാവായിരുന്ന അധിർ രഞ്ജൻ ചൗധരിയെ തോൽപ്പിച്ച വ്യക്തിയാണ്, BJP ആയിട്ട് ചേർന്ന് തോൽപ്പിച്ച വ്യക്തിയാണ് മമത എന്നാണ് മുരളീധരൻ പറഞ്ഞത്. അപ്പൊ ആ മമതയുടെ ഒരു പാർട്ടിയെ കേരളത്തിൽ കൊണ്ടുവന്ന് അവിടെയും കോൺഗ്രസിനെ എതിർക്കുകയാണല്ലോ മമത, ബംഗാളിലും കോൺഗ്രസിനെ എതിർക്കുകയാണല്ലോ, CPM-നോടൊപ്പം തന്നെ കോൺഗ്രസിനെയും മമത അവിടെ എതിർക്കുകയാണ്. ഇപ്പൊ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് താൽക്കാലികമായി തട്ടിക്കൂട്ടിയ ഒരു അലയൻസ് ആയിരുന്നല്ലോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അതിപ്പോ ഏകദേശം സ്പ്ലിറ്റ് ആവുന്ന നിലയിലേക്ക് പോവുകയാണ്. പല പാർട്ടികളും അഭിപ്രായ ഭിന്നത പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരത് പവാർ വരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം RSS അനുകൂല പ്രസ്താവന നടത്തിയതായിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. അവിടെ ചിത്രങ്ങൾ മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം വന്നതോടുകൂടി അവിടെയും മാറി മറിയാണ്. അപ്പൊ NCP ഒക്കെ അടുത്ത ഒരു പിന്നെ ഇലക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കും എന്നുള്ള ഈ ഇക്വേഷനൊക്കെ മാറി മറിയും. അപ്പൊ ഡൽഹി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആപ്പും രാഹുൽ ഗാന്ധിയും തമ്മിൽ അല്ല, അവിടെ ഇപ്പൊ ആപ്പും പിന്നെ കോൺഗ്രസും BJP-യും ത്രികോണ മത്സരമായിരിക്കും നടക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആർക്ക് സാധ്യത എന്നുള്ളതാണ് അവിടെ. എന്തായാലും ആപ്പിന് ഇപ്പോഴത്തെ ഭരണം കിട്ടും എന്നുള്ള കാര്യം സംശയമാണ്. അവരുടെ നിലയെന്ന് പറയുന്നത് വളരെ പരുങ്ങലിലാണ്. അഴിമതി ആരോപണമാണ് പ്രധാനമായിട്ട്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ചില സർവേകൾ വന്നത് പ്രകാരം 37 സീറ്റ് നേടും, BJP 35 നേടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സർവേ ഫലങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകളിൽ ഈ എക്സിറ്റ് പോളും പ്രീ പോൾ സർവേ ഒക്കെ വന്നത് എല്ലാം തെറ്റിയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് എക്സിറ്റ് പോൾ പ്രീ പോൾ ഫലങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ആം ആദ്മി ഇനി അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറവാണ് ഡൽഹിയിൽ. അത് കണക്ക് തന്നെ പഞ്ചാബിലെ അവസ്ഥയും. പഞ്ചാബിലും നാളെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അവസ്ഥ. നമ്മളിപ്പോ പറഞ്ഞു കഴിയുമ്പോൾ അൻവറിന്റെ കാര്യമാണ്. അൻവറിനെ തള്ളാനും കൊള്ളാനും പറ്റാത്തൊരവസ്ഥയിലാണ്. തീർച്ചയായിട്ടും അല്ല, അൻവർ ഒരു ശക്തിയാണെന്നുള്ളത് അൻവറിന്റെ കൂടെ കുറച്ച് ആളുണ്ട്. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടത്തില് അൻവർ ഈ പറയുന്ന കണക്ക് അൻവറിന്റെ ഒരു ശക്തി തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അൻവർ ഒരു ശക്തിയാണെന്ന്. അല്ല, അൻവറിന് സമ്പത്തും ഉണ്ട്, കുറച്ച് ആളുകളും ഉണ്ട്. അൻവറിന് ഒരു ചെറിയൊരു വോട്ട് ബാങ്ക് ഉണ്ട്. നിൽക്കുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വോട്ട് ബാങ്ക് ഉണ്ട്. അപ്പൊ അൻവറിനെ തള്ളണോ കൊള്ളണോ എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്കാണ് കേരളത്തിലെ UDF മുന്നോട്ട് നീങ്ങുന്നത്. എന്നാലും UDF ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുത്ത് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. അടുത്ത വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.